जय राधा माधव जय कुंज विहारी गोपीजन वल्लभा जय गिरिवरधारी जय गिरिवरधारी गोपीजन वल्लभा जय गिरिवरधारी जय गिरिवरधारी यशोदनन्दन जन व्रज जन रञ्जन यशोदनन्दन व्रज जन रञ्जन यमुनतीरावनचारी कुञ्ज विहारी हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण हरे राम हरे हरे आत्मनि श्रीबलभद्र सुभद्राभ्यां जगन्नाथाय ते नमः। अनर्पितचरिं चिरात् करुणया अवतीर्ण कलौ समर्पयितुम् उन्नतोज्ज्वलरसां स्वभक्तिश्रियं हरिपुरडसुन्दराद्युतिकदम्ब सदा हृदयकन्दरे स्फुरतु वा शचीनन्दन राधाकृष्ण प्रणयविवृतिर्ह्लादिनी शक्तिरस्मात् एकात्मानो अपि भुवि पुरा देहभेदं गतौ तौ चैतन्याख्यं प्रकटमधुना तद्वयं चैक्यमाप्तं राधाभावद्युति सुवलितं नौमि कृष्णस्वरूपम्। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय ഗൗരഭക്തവൃന്ദ. ഇതെല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ട് അത് ഏറ്റു ചൊല്ലണം കേട്ടോ. ജയ ജയ ശ്രീ ചൈതന്യ जय ജയ ഞാൻ ചൊല്ലുന്നത് ഏറ്റു പറഞ്ഞാൽ മതി. ജയ ജയ ശ്രീ ചൈതന്യ जय जय श्री चैतन्य जय नित्यानंद जय नित्यानंद जय अद्वैत चंद्र जय जय अद्वैत चंद्र जय भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय 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 अद्वैत चंद्र जय गौर भक्त वृंद जय चंद्र जय हरे कृष्ण। नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय हरि ओम तत्सत्. ഇന്ന് നമ്മൾ ചൈതന്യ ചരിതാമൃതത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ അധ്യായം. ഈ ചൈതന്യ ചരിതാമൃതം 9 വോളിയമാണ്. 3 ഭാഗങ്ങളായിട്ടാണ്. ആദ്യലീല, മധ്യലീല, അന്ത്യലീല. ആദ്യലീലയാണ് നമ്മളിപ്പോൾ എടുത്തു തുടങ്ങുന്നത്. ആദ്യലീലയില് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി തൻ്റെ ഗുരുവിനെ, ഗുരുക്കന്മാര്, അതായത് പരമ്പര, ഇവർക്കെല്ലാം പ്രണാമമർപ്പിക്കുന്നു. അതിനുശേഷം പഞ്ചതത്വ ആരൊക്കെയാണെന്ന് പറയുന്നു. പിന്നെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഡിസേട്രീസ്, ശാഖകളുണ്ട്. ആ ശാഖകളെ കുറിച്ച് പറയുന്നു. അദ്വൈതാചാര്യര്, നിത്യാനന്ദ പ്രഭു, ഗദാധര പണ്ഡിറ്റ്, ഇവരെയൊക്കെ കുറിച്ച് നമുക്ക് അന്നേരം വിശദമായിട്ട് മനസ്സിലാക്കാം.
അത് കഴിഞ്ഞിട്ട് മഹാപ്രഭുവിൻ്റെ അവതാരം എങ്ങനെയാണ് ഉണ്ടായത്, അവതരിക്കാനുള്ള കാരണങ്ങൾ, അതായത് ബാഹ്യ കാരണങ്ങളുണ്ട്, ആന്തരിക കാരണങ്ങളുണ്ട്, ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നു. അതായത് 17 അധ്യായങ്ങളാണ് ആദിലീലയിൽ. അപ്പൊ ആദിലീലയിലെ 1-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ. ആരെങ്കിലും വായിക്കുമോ? രണ്ട് പാരഗ്രാഫ് ഹരേ കൃഷ്ണ വായിച്ചോട്ടെ വിജയ്? ഹരേ കൃഷ്ണ വായിക്കും. 2 പാരഗ്രാഫ് വായിക്കണം കേട്ടോ. ആദ്യത്തെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ചൈതന്യ മഹാപ്രഭു കി ജയ്. ശ്രീ ചൈതന്യ മഹാപ്രഭു ശ്രീ രാധയെയും കൃഷ്ണനെയും സംയുക്ത രൂപമല്ലാതെ മറ്റാരുമല്ല. ശ്രീല രൂപ ഗോസ്വാമിയുടെ കാൽച്ചുവടുകൾ കർശനമായി പിന്തുടരുന്ന ഭക്തന്മാരുടെ ജീവനാണ് അവിടുന്ന്. വിശ്വംഭരൻ എന്ന പേരിൽ തന്റെ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ശ്രീ കൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിന്റെ വിശ്വസ്ത സേവകനായിരുന്നു ശ്രീല സ്വരൂപ ദാമോദര ഗോസ്വാമി. അദ്ദേഹത്തിന്റെ 2 മുഖ്യ അനുയായികളായിരുന്നു ശ്രീല രൂപ ഗോസ്വാമിയും ശ്രീല സനാതന ഗോസ്വാമിയും. ശ്രീല രൂപ ഗോസ്വാമിയുടെ നേർ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ശ്രീല രഘുനാഥ ദാസ ഗോസ്വാമി. ശ്രീ ചൈതന്യ ചരിതാമൃതത്തിന്റെ ഗ്രന്ഥകർത്താവായ കൃഷ്ണദാസ കവിരാജ് ഗോസ്വാമി ശ്രീല രൂപ ഗോസ്വാമിയുടെയും ശ്രീല രഘുനാഥദാസ് ഗോസ്വാമിയുടെയും നേരിട്ടുള്ള ശിഷ്യനാണ്. ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ ശിഷ്യനായിരുന്ന ദാമോദര നരോത്തമദാസ് ഠാക്കൂർ അദ്ദേഹം ശ്രീ വിശ്വനാഥ ചക്രവർത്തിയെ തന്റെ സേവകനായി സ്വീകരിച്ചു. ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഭക്തി വിനോദ ഠാക്കൂറിന്റെ ഗുരുവായ ജഗന്നാഥദാസ് ബാബാജിയെ ശിഷ്യനായി സ്വീകരിച്ചു. ഭക്തി സിദ്ധാന്ത സരസ്വതിയുടെ ആത്മീയ ഗുരുവായ ഗൗരി കിശോരദാസ് ബാബാജിയെ ഭക്തി വിനോദ ഠാക്കൂർ ശിഷ്യനായി സ്വീകരിച്ചു. ഭക്തി സിദ്ധാന്ത സരസ്വതിയാണ് ഈ എളിയവന്റെ ആത്മീയ ഗുരു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മൾക്ക് മനസ്സിലായി. ഇപ്പം ശ്രീ ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാകൃഷ്ണന്മാരുടെ കമ്പൈൻഡ് ഫോമാണ് ഇല്ലേ? അത് മനസ്സിലായില്ലേ എല്ലാവർക്കും? ഹരേ കൃഷ്ണ. മനസ്സിലായി മാതാജി? മനസ്സിലായി. ശ്രീ ചൈതന്യ മഹാപ്രഭു ആരാണ്? അപ്പം ശ്രീ കൃഷ്ണ ചൈതന്യ രാധാകൃഷ്ണൻ നഹി അന്യ. ശ്രീ ചൈതന്യ മഹാപ്രഭു എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഓർമ്മിക്കണം, രാധാകൃഷ്ണന്മാരൊന്നു ചേർന്ന രൂപമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു എന്ന്. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്, രാധയുടെയും കൃഷ്ണന്റെയും സംയുക്ത രൂപമല്ലാതെ മറ്റാരുമല്ല. നമ്മളൊക്കെ രൂപാനുഗാസാണ്. രൂപ ഗോസ്വാമിയുടെ ശിക്ഷണങ്ങളാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. നമ്മളുടെ പ്രധാനപ്പെട്ട ബുക്കുകളായ ഉപദേശാമൃതം, ഭക്തരസാമൃത സിന്ധു ഇതെല്ലാം രചിച്ചത് രൂപ ഗോസ്വാമിയാണ്. അപ്പം ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലുള്ളവരെല്ലാം തന്നെ രൂപ ഗോസ്വാമിയെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പൂർവാശ്രമത്തിലെ പേര് വിശ്വംഭരൻ എന്നായിരുന്നു. വിശ്വംഭരനെ കൂടാതെ വിശ്വരൂപൻ എന്ന് പറയുന്ന ഒരു സഹോദരനും മഹാപ്രഭുവിനും ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ സന്യാസം സ്വീകരിച്ചു. വളരെ വേഗം തന്നെ ഈ ഭൗതിക ലോകം ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. വിശ്വംഭരൻ എന്ന പേരിൽ തന്റെ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിന്റെ വിശ്വസ്ത സേവകനായിരുന്നു ശ്രീല സ്വരൂപ ദാമോദര ഗോസ്വാമി. നമ്മൾ സ്വരൂപ ദാമോദരനെ കുറിച്ച് പറഞ്ഞില്ല. ഞാൻ അടുത്ത ക്ലാസ്സിൽ സ്വരൂപ ദാമോദരനെ കുറിച്ചിട്ട് വിശദമായിട്ട് പറയാം. മഹാപ്രഭുവിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു. മഹാപ്രഭു ജഗന്നാഥപുരിയിൽ താമസിക്കുന്ന സമയത്ത് മഹാപ്രഭുവിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ശ്രീ സ്വരൂപ ദാമോദറാണ്. അദ്ദേഹം ലളിത സഖിയുടെ ഇൻകാർണേഷനായിട്ടാണ് അറിയപ്പെടുന്നത്. അതുപോലെ മഹാപ്രഭുവിന്റെ പ്രധാനപ്പെട്ട അനുയായികളാണ് രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി. അവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതാണ് ഇല്ലേ? രൂപ ഗോസ്വാമിയുടെ മുഖ്യ ശിഷ്യനാണ് ആര്? ശ്രീല രഘുനാഥദാസ ഗോസ്വാമി. അതുപോലെ തന്നെ രഘുനാഥദാസ ഗോസ്വാമിയുടെ ഡയറക്റ്റ് ഡിസൈപ്പിളാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി, അതായത് ചൈതന്യ ചരിതാമൃതം രചിച്ചത്. കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയുടെ ഡയറക്റ്റ് ഡിസൈപ്പിളാണ് നരോത്തം ദാസ് ഠാക്കൂർ.
അദ്ദേഹം ബംഗാളി ഭാഷയിൽ ധാരാളം നല്ല മനോഹരമായിട്ടുള്ള കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ നരോത്തം ദാസ് ഠാക്കൂറിനെ കുറിച്ചും മനസ്സിലാക്കിയതാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഞാൻ പറഞ്ഞതാണ്. ഇതിനിടയിൽ ഒരു കാര്യം പറയട്ടെ, എല്ലാവരുടെയും കയ്യിൽ ബുക്കും പേനയും ഉണ്ടല്ലോ, ഇല്ല? ഞാൻ ഇത് എടുത്തപ്പോൾ മുതൽ ആദ്യമേ പറഞ്ഞതാണ്, എല്ലാവരുടെയും കയ്യിൽ ഒരു പേനയും ബുക്കും വേണം. പറയുന്ന കാര്യങ്ങൾ എഴുതി വെക്കണം. ധാരാളം പേരുകൾ ഇതിൽ വരുന്നുണ്ട്, സ്ഥലപ്പേരുകളുണ്ട്, മറ്റു കാര്യങ്ങൾ, മറ്റു പോയിന്റ്സ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ എഴുതി വെക്കണം. അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ ചോദിക്കുക. സംശയം തീർത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇത് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹരേ കൃഷ്ണ. നരോത്തം ദാസ് ഠാക്കൂറിന്റെ ഡയറക്റ്റ് ഡിസൈപ്പിളാണ് ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ. ആ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ന്റെ ഡയറക്റ്റ് ഡിസൈപ്പിളാണ് ആര്? ജഗന്നാഥ് ദാസ് ബാബാജി. ജഗന്നാഥ് ദാസ് ബാബാജിയുടെ ഡിസൈപ്പിളാണ് ഭക്തി വിനോദ ഠാക്കൂർ. ഭക്തി വിനോദ ഠാക്കൂറിന്റെ ഡിസൈപ്പിളാണ് ഗൗരകിഷോർ ദാസ് ബാബാജി. അദ്ദേഹത്തിന്റെ ഡിസൈപ്പിളാണ് ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ ഡിസൈപ്പിളാണ് നമ്മളുടെ ശ്രീല പ്രഭുപാദ്, A.C. ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. അപ്പൊ എന്തിനാണ് ഇവിടെ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നതെന്നൊരു സംശയം നമുക്ക് വരാം, ഇല്ലേ? നേരിട്ടങ്ങ് ഇതിലേക്ക് കടന്നാൽ പോലെ എന്തിനാണ് ഇവിടെ പരമ്പരയെ ചിത്രീകരിച്ചിരിക്കുന്നത്? അപ്പം ശ്രീല പ്രഭുപാദര് നമ്മൾക്ക് വാക്ക് തരികയാണ്, നമ്മൾ ശരിയായിട്ടുള്ള പാതയിലാണ് സഞ്ചരിക്കുന്നത്, നമ്മളൊട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല, നമ്മൾ ശരിയായ റൂട്ടിൽ കൂടിയാണ് നമ്മളുടെ വണ്ടി പോകുന്നത്, അല്ലാണ്ട് ഗൂഗിൾ മാപ്പ് ഒന്ന് നോക്കിയല്ല വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ വണ്ടി ഓടിച്ചാൽ എന്താ സംഭവിക്കുക? വല്ല കുളത്തിലോ പുഴയിലോ ഒക്കെ ചെന്ന് വീഴും, ഇല്ലേ? അതൊന്നുമില്ല. നിങ്ങൾ ശരിയായിട്ടുള്ള പാതയിൽ തന്നെ പോകുന്നു. നമ്മളുടെ സാധന ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ, നമ്മൾ നിഷ്ഠയോടുകൂടി മുന്നോട്ട് പോയാൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക തന്നെ ചെയ്യും എന്ന് ശ്രീല പ്രഭുപാദരെ ഡയറക്റ്റ് ആയിട്ട് ഈ പരമ്പരയെ എടുത്തു പറഞ്ഞിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ആ വിശ്വാസത്തോടെയും ആത്മാർത്ഥതയോടെയും നമ്മൾ യാത്ര ചെയ്താൽ മാത്രം മതി. അപ്പൊ ഇവിടെ മഹാപ്രഭു, അതായത് വൈഷ്ണവ ഗീതങ്ങളിലെ പരമ്പര കൊടുത്തിട്ടുണ്ട്. ഞാൻ മുൻപ് പറഞ്ഞു, നിങ്ങളത് എല്ലാം ബൈഹാർട്ടാക്കണ്ട, പക്ഷെ ആദ്യത്തെ ഒരു 5-6 പേര്, അതായത് കൃഷ്ണൻ, ബ്രഹ്മാവ്, നാരദൻ, വ്യാസൻ, അങ്ങനെ തുടങ്ങിയ ഒരു 5-6 പേരും, അവസാനം ഈശ്വരപുരി തൊട്ടുള്ള 5-6 പേരുകളും, ആകെ 34 പേരുകളാണ് അതിലുള്ളത്. ആദ്യത്തെ ഒരു 6 എണ്ണം, ലാസ്റ്റിലെ ഈശ്വരപുരി തൊട്ടുള്ള പേരുകൾ നിങ്ങളത് ബൈഹാർട്ടാക്കണം. കാരണം ഇത് ഗുരുവാശ്രയിക്കും ദീക്ഷയ്ക്കും ഒക്കെ ചോദിക്കുന്നതാണ് പരമ്പര. അപ്പൊ അത് ബൈഹാർട്ടാക്കി വെക്കുക. ആ പരമ്പരയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മളൊക്കെ മഹാപ്രഭുവിന്റെ ആ ഗുരു ശിഷ്യ പരമ്പരയിൽ പെടുന്നതാണ്. അതായത് പരമ്പരയുടെ പ്രാധാന്യമാണ് നമ്മൾക്ക് കിട്ടുന്ന ശരിയായിട്ടുള്ള ജ്ഞാനമാണ്. അതായത് ഇങ്ങനെ വേണം ഭഗവത് ജ്ഞാനം സ്വീകരിക്കാൻ എന്നാണ് ശ്രീല പ്രഭുപാദർ ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ. ഇനി അടുത്ത പാരഗ്രാഫ്. ഇത് മനസ്സിലായല്ലോ, ഇല്ല? ഇവിടെ പരമ്പരയെ കുറിച്ച് മാത്രമാണ് ഇവിടെ പറയുന്നത്. അത് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്, അത് നോക്കി നിങ്ങൾ എഴുതി വെക്കുക. അത് റെക്കോർഡ് ചെയ്ത് അയക്കുന്നുണ്ടാവും. അപ്പൊ അത് നോക്കിയിട്ട് ആ പരമ്പര വന്നിരിക്കുന്നത് നിങ്ങൾ എഴുതി വെക്കണം. ഹരേ കൃഷ്ണ. ഇനി അടുത്ത പാരഗ്രാഫ് ആരെങ്കിലും വായിക്കൂ? ഹരേ കൃഷ്ണ മാതാജി, ഞാൻ വായിക്കട്ടെ മാതാജി? വായിക്കൂ. ഹരേ കൃഷ്ണ. ചൈതന്യ മഹാപ്രഭു കി ജയ്. നാം ശ്രീ ചൈതന്യ മഹാപ്രഭുവിൽ നിന്നുള്ള ഗുരുശിഷ്യ പരമ്പരയിൽ വരുന്നതാകയാൽ ശ്രീ ചൈതന്യ ചരിതാമൃതത്തിന്റെ ഈ പതിപ്പിൽ ഭഗവാനാൽ തന്നെ ആദ്യം ഭുജിക്കപ്പെട്ട നിവേദ്യത്തിന്റെ പ്രസാദോച്ഛിഷ്ടമല്ലാതെ നമ്മുടെ നിസ്സാര ബുദ്ധി പുതിയതായി ഉൽപ്പാദിക്കപ്പെട്ട യാതൊന്നും ഉൾപ്പെടുകയില്ല. ശ്രീ ചൈതന്യ മഹാപ്രഭു ത്രിഗുണാത്മകമായ ഭൗതിക തലത്തിലല്ല, മറിച്ച് ഒരു മനുഷ്യജീവിയുടെ അപൂർണമായ ഇന്ദ്രിയ സംവേദനത്തിന്റെ പരിധിക്ക് അതീതമായ അതീന്ദ്രിയ തലത്തിലാണ്. ഏറ്റവും വിദ്യാസമ്പന്നനായ ലൗകിക പണ്ഡിതന് പോലും സ്വീകരണ മനോഭാവത്തോടെ സ്വയം അതീന്ദ്രിയ ശബ്ദത്തിന് സമർപ്പിക്കാത്ത പക്ഷം അതീന്ദ്രിയ തലത്തെ സമീപിക്കാനാവില്ല. കാരണം ആ മനോഭാവത്തിൽ മാത്രമേ ഒരുവന് ചൈതന്യ മഹാപ്രഭുവിന്റെ സന്ദേശങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയൂ. അതിനാൽ ഇവിടെ വിവരിക്കപ്പെടുന്ന വിഷയങ്ങൾക്ക് അചേതനമായ മനസ്സുകളുടെ ഊഹാപോഹ ശീലങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്ന പരീക്ഷണപരമായ വിചാരങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. ഈ ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യ വിഷയം കേവലം മാനസികമായ കെട്ടുകഥയല്ല, മറിച്ച് മുകളിൽ വിവരിച്ച ശിഷ്യ പരമ്പര വഴി സ്വീകരിക്കുന്നതിലൂടെ മാത്രം ഒരുവനും ബോധ്യമാകുന്ന യഥാർത്ഥ ആധ്യാത്മിക അനുഭവമാണ്.
ആ പരമ്പരയിൽ നിന്നുള്ള ഏതൊരു വ്യതിയാനവും ചൈതന്യ ചരിതാമൃതത്തിലെ രഹസ്യങ്ങളെക്കുറിച്ചുള്ള വായനക്കാരന്റെ ഗ്രഹണശക്തിക്ക് ഭ്രംശമുണ്ടാക്കും. എന്തുകൊണ്ടെന്നാൽ ഉപനിഷത്തുകളും വേദാന്ത സൂത്രവും അവയുടെ സ്വാഭാവിക വ്യാഖ്യാനങ്ങളായ ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത എന്നിവയുമെല്ലാം മനസ്സിലാക്കിയവർക്കുള്ള ഒരു ബിരുദാനന്തര പഠനമാണ് ഇത്. ശ്രീ ചൈതന്യ ചരിതാമൃതത്തിന്റെ ഈ പതിപ്പ് നിരപേക്ഷ സത്യത്തെ യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്ന ആത്മാർത്ഥതയുള്ള പണ്ഡിതന്മാരുടെ പഠനത്തിനു വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു മാനസിക അഭ്യൂഹിയുടെ ഗർഭിഷ്ഠമായ പാണ്ഡിത്യമല്ല ഈ കൃതി, മറിച്ച് ഗുരുപരമ്പരയിലെ ഒരു ഉന്നതാധികാരിയുടെ ആജ്ഞ നിറവേറ്റുന്നതിനുള്ള ആത്മാർത്ഥമായ സേവനമാണ് ഈ എളിയ ഉദ്യമത്തിന്റെ സർവസ്വവും. ഇത് വേദശാസ്ത്രങ്ങളിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കുന്നില്ല. ആയതിനാൽ ഗുരുശിഷ്യ പരമ്പര പിന്തുടരുന്ന ഏതൊരുവനും കേവലം ശ്രവണത്തിലൂടെ ഈ ഗ്രന്ഥത്തിന്റെ സത്ത ബോധ്യമാവും. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അപ്പം നമ്മളെല്ലാം മഹാപ്രഭുവിന്റെ പിൻഗാമികളാണ്, ആ പരമ്പരയിൽ വരുന്നവരാണ്. അപ്പം ശ്രീ ചൈതന്യ ചരിതാമൃതത്തിന്റെ പതിപ്പില് എന്ന് പറയുന്നത് എന്താണ്? ഭഗവാൻ തന്നെ ഭഗവാന് ഓഫർ ചെയ്ത നിവേദ്യത്തിന്റെ ഉച്ഛിഷ്ടമാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. എന്ന് വെച്ചാല് മഹാപ്രഭു ഒരു ഭക്തന്റെ രൂപത്തിലാണ് അവതരിച്ചിരിക്കുന്നത്. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാന് രാധാറാണിക്ക് എന്താണ് എന്നോട് ഇത്രയധികം ആകർഷകത്വം തോന്നിക്കുന്നത്, അതിന് എന്നിൽ എന്താണുള്ളത്, അത് തന്നെയുമല്ല എന്നെ സേവിക്കുന്നത് കൊണ്ട് രാധാറാണിക്ക് എന്താണ് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സ്വയം ഒരു ഭക്തന്റെ രൂപത്തിൽ വന്ന ആ ഭക്തിയുടെ ആ പ്രേമഭക്തി വേണ്ടുവോളം ആസ്വദിച്ചു, ഇല്ലേ? ഒരു പൂവിൽ നിന്ന് വണ്ട് തേൻ നുകരുന്ന മാതിരി ആ തേൻ കുടിച്ച് ഉന്മത്തനായി നടക്കുന്ന വണ്ടിന്റെ മാനസികാവസ്ഥ അറിയണമെങ്കിൽ നമ്മളും തേൻ രുചിച്ചു നോക്കണം. അതേപോലെ ഭഗവാൻ ആ പ്രേമഭക്തിയുടെ പരിപൂർണ ആസ്വാദനത്തിന്റെ ഉച്ചകോടിയിലാണ് മഹാപ്രഭുവായിട്ട് അവതരിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് സ്വയം മനസ്സിലാക്കി ആ ഉച്ഛിഷ്ടമാണ് നമ്മളും ഭക്ഷിക്കുന്നത്. അതായത് നമ്മളും നമ്മളുടെ സാധന ശക്തമാക്കി മുന്നോട്ട് പോയാല് നമുക്കും ആ പ്രേമഭക്തിയുടെ തലത്തിലെത്തി നമുക്കും ആ ആനന്ദം അനുഭവിക്കാൻ സാധിക്കും എന്ന് ഈ ചൈതന്യ ചരിതാമൃതത്തിലൂടെ നമ്മളെ മനസ്സിലാക്കിക്കുകയാണ് ശ്രീല പ്രഭുപാദര് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പ്രഭുപാദര് പറയുകയാണ്, എൻ്റെ ബുദ്ധിയിൽ നിന്നൊന്നും ഞാൻ എടുത്ത് എഴുതിയിട്ടില്ല എന്ന്. ഇത് പ്രഭുപാദര് മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതും മറ്റു ഭക്തർ പറഞ്ഞു കേട്ടിട്ടുള്ളതുമായുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതും എല്ലാം കൂടി ചേർത്തിട്ടാണ് പ്രഭുപാദര് ഇവിടെ ഈ ഗ്രന്ഥം ഇംഗ്ലീഷിൽ നിന്ന് ബംഗാളി ഭാഷയിൽ നിന്നും ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ പറയുന്നുണ്ട് ശ്രീ ചൈതന്യ മഹാപ്രഭു, നമുക്കറിയാം ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ അവതരിച്ചെങ്കിലും ഭഗവാൻ നമ്മളെ പോലെ ഒരു സാധാരണ മനുഷ്യനല്ല, അല്ലെ? അതീന്ദ്രിയ തലത്തിലാണ് ഭഗവാന് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ശ്രീ ചൈതന്യ മഹാപ്രഭുവും ഈ ഭൗതിക ലോകത്തിൽ വന്നു എങ്കിലും അതീന്ദ്രിയ ശരീരം തന്നെയാണ്. അതായത് ത്രിഗുണങ്ങൾക്ക് അതീതനാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അല്ലാതെ നമ്മളെ പോലെ അപൂർണമായിട്ടുള്ള ഇന്ദ്രിയങ്ങളല്ല മഹാപ്രഭുവിൻ്റെത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇത് മനസ്സിലാക്കിയെടുക്കാന് ബുദ്ധിമുട്ടാണ്. ഊഹാപോഹങ്ങൾ കൊണ്ട് ഈ ചൈതന്യ ചരിതാമൃതം മനസ്സിലാക്കാന് സാധിക്കില്ല എന്ന് വ്യക്തമായിട്ട് പറയുകയാണ് ഇവിടെ ശ്രീല പ്രഭുപാദരും കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയും. ഏറ്റവും വിദ്യാസമ്പന്നനായ ലൗകിക പണ്ഡിതന് പോലും സ്വീകരണ മനോഭാവത്തോടെ സ്വയം അതീന്ദ്രിയ ശബ്ദത്തിന് സമർപ്പിക്കാത്ത പക്ഷം അതീന്ദ്രിയ തലത്തെ സമീപിക്കാനാവില്ല. അതായത് ഈ ഭൗതിക ലോകത്തിലെ ധാരാളം ബുദ്ധിജീവികളുണ്ട്, ഇല്ലേ? ശാസ്ത്രജ്ഞന്മാരുണ്ട്, മറ്റ് ഗവേഷണങ്ങൾ നടത്തുന്നവരുണ്ട്. പക്ഷെ ഇവരുടെ സാമാന്യ ബുദ്ധി കൊണ്ടൊന്നും ഇത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെ ഇത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും? നമ്മൾ പരിപൂർണമായിട്ട് ഭഗവാന് സമർപ്പിതരാകണം. സമർപ്പിതരായെങ്കിൽ മാത്രമേ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ നമ്മളുടെ ബുദ്ധി കൊണ്ട് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു സാഹിത്യങ്ങൾ, പൈങ്കിളി നോവലുകളൊക്കെ വായിക്കുന്ന മാതിരി നമുക്ക് അനുഭവപ്പെടും. കാരണം ആ മനോഭാവത്തിൽ മാത്രമേ ഒരുവന് ചൈതന്യ മഹാപ്രഭുവിന്റെ സന്ദേശങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുകയുള്ളൂ. അതിനാൽ ഇവിടെ വിവരിക്കപ്പെടുന്ന വിഷയങ്ങൾക്ക് അചേതനമായ മനസ്സുകളുടെ ഊഹാപോഹ ശീലങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്ന പരീക്ഷണപരമായ വിചാരങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. ഈ ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യ വിഷയം കേവലം മാനസികമായ കെട്ടുകഥയല്ല, മറിച്ച് മുകളിൽ വിവരിച്ച ശിഷ്യ പരമ്പര വഴി സ്വീകരിക്കുന്നതിലൂടെ മാത്രം ഒരുവനെ ബോധ്യമാകുന്ന യഥാർത്ഥ ആധ്യാത്മിക അനുഭവമാണ്.
ഇതിൽ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ഭക്തൻ എങ്ങനെയാണ് ഭക്തിമാർഗത്തിൽ മുന്നോട്ട് പോകുന്നത്, തൻ്റെ കൂടെയുള്ള മറ്റു ഭക്തരുമായിട്ട് എങ്ങനെ, അതായത് ഭക്തന്മാർ തമ്മിലുള്ള ഇടപെടലുകൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഒരു ഭഗവാനും ഭക്തരും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെ നമുക്ക് ഭക്തിവിധ സേവനം ചെയ്യാം എന്ന് മഹാപ്രഭു നമുക്ക് പ്രാവർത്തികമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് എങ്ങനെ സ്വീകരിക്കണം? പരമ്പര വഴി. ആ പരമ്പരയുമായിട്ട് കണക്റ്റഡ് ആയെങ്കിൽ മാത്രമേ നമ്മൾക്കിത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. മുകളിൽ വിവരിച്ച ശിഷ്യ പരമ്പര വഴി സ്വീകരിക്കുന്നതിലൂടെ മാത്രം ഒരുവന് ബോധ്യമാകുന്ന യഥാർത്ഥ ആധ്യാത്മിക അനുഭവമാണ് ഇതിൽ വിവരിച്ചിരിക്കുന്നത്. ആ പരമ്പരയിൽ നിന്നുകൊണ്ടും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ, ആ പരമ്പരയിലുള്ളവരിൽ നിന്ന് ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. ആ പരമ്പരയിൽ നിന്നുള്ള ഏതൊരു വ്യതിയാനവും ചൈതന്യ ചരിതാമൃതത്തിലെ രഹസ്യങ്ങളെക്കുറിച്ചുള്ള വായനക്കാരൻ്റെ ഗ്രഹണശക്തിക്ക് ഭ്രംശമുണ്ടാക്കും. അല്ലാതുള്ളവരിൽ നിന്ന് നമ്മൾ ഇതേക്കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ബുദ്ധി സംഭ്രമിക്കുക ചെയ്യുക, നമുക്കൊന്നുമേ മനസ്സിലാവില്ല. എന്തുകൊണ്ടെന്നാൽ ഉപനിഷത്തുകളും വേദാന്ത സൂത്രവും അവരുടെ സ്വാഭാവിക വ്യാഖ്യാനങ്ങളായ ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത എന്നിവയുമെല്ലാം മനസ്സിലാക്കിയവർക്കുള്ള ഒരു ബിരുദാനന്തര പഠനമാണ് ഇത്. നമ്മൾ ആദ്യമേ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഇതെടുക്കാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല. പക്ഷേ ഇതൊരു സേവനം എന്ന നിലയിലാണ് ഞാനിത് കണക്കാക്കുന്നത്. അപ്പം ഇതിൽ എൻ്റെ ഭാഗത്തു നിന്ന് ധാരാളം പോരായ്മകൾ വരാം. ഞാനും ഇതേപോലെ തന്നെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയതും അതുപോലെ തന്നെ നമ്മളുടെ സീനിയർ ഡിവോട്ടീസിൽ നിന്ന് കേട്ട കാര്യങ്ങളുമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പം എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഉത്തരവാദിത്വം. അഥവാ എന്തെങ്കിലും എൻ്റെ നാവിൽ നിന്ന് ശരിയായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ പരമ്പരയ്ക്കാണ്, എൻ്റെ ഗുരുവിനും ശ്രീല പ്രഭുപാദർക്കും പരമ്പരയ്ക്കും മാത്രമായിട്ട് സമർപ്പിക്കുകയാണ് ഞാൻ. ഈ ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്നത് PhD ലെവലാണ്. കാരണം മഹാപ്രഭുവിൻ്റെ ഓരോ ലീലകളും നമ്മൾ കേൾക്കുമ്പോൾ എന്താ ഇങ്ങനെ കാണിക്കുന്നത്, ഇതെന്താ ഇത് ഭ്രാന്തുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷേ ഒരു ഭക്തൻ ആ പരിപൂർണമായിട്ടുള്ള ഭക്തിയുടെ ഉന്മാദ ലഹരി അനുഭവിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൽ വിവരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ശ്രീകൃഷ്ണ ഭഗവാന് വൃന്ദാവനത്തിലെ ഗോപികമാരുമായിട്ട് ധാരാളം ലീലകൾ നടത്തി, ഇല്ലേ? ധാരാളം അസുരന്മാരെ വധിച്ചു ഈ ഭൂമിയിൽ അവതരിച്ച ഉടൻ തന്നെ. പക്ഷേ അതുപോലുള്ള വധങ്ങളൊന്നും നമുക്കിതിൽ കാണാൻ സാധിക്കില്ല. ശ്രീ ചൈതന്യ മഹാപ്രഭു ജപയജ്ഞം, സങ്കീർത്തന യജ്ഞമാകുന്ന വാളാണ് എടുത്തത്, അല്ലാതെ ആയുധങ്ങൾ എടുത്തിട്ടേ ഇല്ല. ഇതിനകത്ത് ഒരു വധവും നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവിടെ ഗോപികമാരെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഗോപികമാരൊക്കെ മഹാപ്രഭുവിൻ്റെ നിത്യപാർശ്വതരാണ്. അവരെ നിത്യപാർശ്വതരായിട്ട് തന്നെയാണ് ഈ ഭൗതിക ലോകത്തിലെ പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ അവതരിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ അതിലെ കുറേ ആൾക്കാരുടെ ജീവചരിത്രങ്ങൾ ഞാൻ പറഞ്ഞു. അവരൊക്കെ ഗോലോകത്തിൽ ആരാണ് എന്നും മനുഷ്യരിമാരെ, അഷ്ടസഖികൾ, അവരുടെയൊക്കെ പേരുകൾ ഞാൻ പറഞ്ഞു. ഇല്ല, അതൊക്കെ എഴുതി വെക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇനിയും കുറേ പേരുണ്ട്. അത് നമ്മൾ ഇത് എടുത്തു പോകുന്ന വഴിക്ക് ഓരോരുത്തരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ശുകദേവ ഗോസ്വാമി കൊത്തി എടുത്ത, ആ കൊത്തി തിന്ന ആ മാമ്പഴത്തിന്റെ ആ ഉച്ഛിഷ്ടമാണ് ശ്രീമദ് ഭാഗവതം, ഇല്ലേ? നിഗമകൽപ്പതരോർഗളിതം ഫലം സുഖമുഖാരവിന്ദ അമൃതദ്രവ സംയുതം പിബത ഭാഗവതം മുഹുരഹോ രസികാഭുവി ഭാവുക. ആ ശുകദേവ ഗോസ്വാമി, ശുഖം എന്ന് പറഞ്ഞാൽ തത്ത, ആ തത്ത ശുകദേവ ഗോസ്വാമി ആകുന്ന തത്ത രുചിച്ച മാമ്പഴത്തിന്റെ ഉച്ഛിഷ്ടമാണ് ശ്രീമദ് ഭാഗവതം. അതേപോലെ തന്നെ ഇവിടെ ശ്രീ ചൈതന്യ മഹാപ്രഭു ആകുന്ന തത്ത രുചിച്ച ആ ചൈതന്യ ചരിതാമൃതമാണ് നമ്മളുടെ മുൻപിലുള്ളത്. ഇത് ഹയർ ലെവലാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് എടുക്കാനുള്ള യോഗ്യത എനിക്ക് ഒരു തരത്തിലും ഇല്ല. പക്ഷേ ഞാൻ പറഞ്ഞാൽ ഇത് എൻ്റെ ഒരു സേവനമായിട്ടാണ് ഞാനിത് കണക്കാക്കുന്നത്. അതിനനുസരിച്ച് നിങ്ങൾ ശ്രദ്ധാലുക്കളായിരുന്നില്ലെങ്കിൽ ഇത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കില്ല. അതായത് ഒരു മാമ്പഴം പൊട്ടിച്ച് എങ്ങനെയാണോ നമ്മൾ താഴെ എത്തിക്കുക, കേടുകൂടാതെ നമ്മൾ താഴെ എത്തിക്കുന്നത് എങ്ങനെയാണ്, അത് കൈമാറി വരും. അതേപോലെ ഈ ഭഗവാനെ കുറിച്ചുള്ള ഈ ഭഗവാന്റെ അതീന്ദ്രിയ ലീലകള് പരമ്പര വഴിക്കാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് ഭഗവത് ജ്ഞാനം സ്വീകരിക്കാനുള്ള ശരിയായിട്ടുള്ള ഉപാധി. അതുകൊണ്ടാണ് ഇവിടെ ശ്രീല പ്രഭുപാദര്
പരമ്പരയിലെ കുറച്ച് പേരുടെ പേരുകൾ ഇവിടെ സൂചിപ്പിച്ചത്. പ്രഭുപാദരും ആ പരമ്പരയിൽ വരുന്നതാണ്. പ്രഭുപാദരുടെ ഗുരുവും ആ പരമ്പരയിലാണ്, നമ്മളും ആ പരമ്പരയുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് ആണ് പ്രഭുപാദർ ഇവിടെ നമ്മളോട് തുടക്കത്തിലേ പറയുകയാണ് ചെയ്തത്. അപ്പം ഈ ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്നത് നിരപേക്ഷ സത്യത്തെ മനസ്സിലാക്കലാണ്. നമ്മൾ നിരപേക്ഷ സത്യം എന്ന് പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്, ഇല്ലേ? എന്താണ് നിരപേക്ഷ സത്യം? ആ പരമസത്യം ആരാണ് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ പരമസത്യത്തെ കുറിച്ചിട്ടാണ് ഇതില് വിവരിക്കുന്നത്. അത് കൃത്രിമമായിട്ട് അല്ലെങ്കിൽ ഊഹാപോഹങ്ങളിൽ കൂടിയോ ഒന്നും നമുക്ക് മനസ്സിലാക്കാന് സാധിക്കില്ല പരമസത്യത്തെ. അത് ശരിയായിട്ടുള്ള പരമ്പര വഴി ഉള്ള ഗുരുവിൽ നിന്നും ആ ഒരു ഗുരുവിനെ സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഗുരുവിന്റെ സഹായത്തോടെ നമുക്ക് കിട്ടും. അങ്ങനെ വേണം ഇത് മനസ്സിലാക്കാൻ. ഇത് വേദ ശാസ്ത്രങ്ങളിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കുന്നില്ല ചൈതന്യ ചരിതാമൃതവും. അതിനാൽ ഗുരുശിഷ്യ പരമ്പര പിന്തുടരുന്ന ഏതൊരുവനും കേവലം ശ്രവണത്തിലൂടെ ഈ ഗ്രന്ഥത്തിന്റെ സത്ത ബോധ്യമാക്കാന് സാധിക്കും. അപ്പൊ ശ്രവണം കൊണ്ട് മാത്രം ചൈതന്യ ചരിതാമൃതം മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അത് എങ്ങനെ വേണം? പരമ്പരയിൽപ്പെട്ട ആൾക്കാരിൽ നിന്ന് നമ്മൾ ശ്രവിക്കണം. എങ്കിൽ മാത്രമേ ചൈതന്യ ചരിതാമൃതത്തിന്റെ അന്തസത്ത മനസ്സിലാക്കി എടുക്കാന് നമുക്ക് സാധിക്കുകയുള്ളൂ. മഹാപ്രഭുവിന്റെ ഓരോ ലീലകളിലും ഓരോ തത്വങ്ങളുണ്ട്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പരമ്പരയിൽപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കി എടുക്കാന് സാധിക്കുകയുള്ളൂ. ഹരേ കൃഷ്ണ. ഇത് മനസ്സിലായല്ലോ? ഇതിൽ സംശയമുണ്ടോ എന്തെങ്കിലും? ഹരേ കൃഷ്ണ. ഇല്ലെങ്കിൽ അടുത്ത പാരഗ്രാഫ് വായിക്കുക. സംശയമുണ്ടെങ്കിൽ പറയുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജിയുടെ ഗുരു ആരായിരുന്നു? ജയപതാക സ്വാമി ഗുരു മഹാരാജ്. ഹരേ കൃഷ്ണ. അടുത്ത പാരഗ്രാഫ് വായിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒന്ന് വായിച്ചോട്ടെ പ്രഭു? മാതാജി. ഹരേ കൃഷ്ണ. വായിക്കൂ. ഭഗവതേ വാസുദേവായ. ശ്രീ ചൈതന്യ ചരിതാമൃതം കി ജയ്. ഹരേ കൃഷ്ണ. ഗുരുഭ്യോ നമഃ. ശ്രീ ചൈതന്യ ചരിതാമൃതത്തിന്റെ പ്രഥമ അധ്യായം പരമനിരപേക്ഷ സത്യത്തെ വിവരിക്കുന്ന 14 സംസ്കൃത ശ്ലോകങ്ങളുടെ ആരംഭിക്കുന്നു. അടുത്ത 3 സംസ്കൃത ശ്ലോകങ്ങൾ വൃന്ദാവനത്തിലെ മുഖ്യ മൂർത്തികളായ ശ്രീ രാധാ മദന മോഹൻ, ശ്രീ രാധാ ഗോവിന്ദ ദേവൻ, ശ്രീ രാധാ ഗോപിനാഥൻ എന്നിവരെ വർണ്ണിക്കുന്നു. 14 ശ്ലോകങ്ങളിൽ ആദ്യത്തേത് പരമസത്യത്തിന്റെ പ്രതീകാത്മകമായ ചിത്രീകരണമാണ്. വാസ്തവത്തിൽ പ്രഥമ അധ്യായം മുഴുവൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ അവിടുത്തെ വ്യത്യസ്തമായ 6 അതീന്ദ്രിയ വിസ്തരണങ്ങളായി വിവരിക്കുന്നു. ഈ ഒറ്റ ശ്ലോകത്തിന്റെ വിശകലനത്തിനായി സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. കൃഷ്ണ. അപ്പം ഈ ചൈതന്യ ചരിതാമൃതത്തിന്റെ ഫസ്റ്റ് ചാപ്റ്റർ, ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് പരമസത്യത്തെ വിവരിക്കുന്ന 14 ശ്ലോകങ്ങളോടെയാണ് തുടങ്ങുന്ന. 14 ശ്ലോകങ്ങളും അവതാരികയിൽ ഉൾപ്പെട്ടിരുന്നു. അതൊന്ന് ഓടിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഇനി നമുക്കത് ഒന്നൊന്നായിട്ട് വിസ്തരിച്ച് മനസ്സിലാക്കാം. ആ 14 ശ്ലോകങ്ങൾ കഴിഞ്ഞാൽ അടുത്ത 3 സംസ്കൃത ശ്ലോകങ്ങള്, അതും നമ്മൾ പറഞ്ഞു. സംബന്ധ, അഭിധേയ, പ്രയോജന, ഡേറ്റ് സൂചിപ്പിക്കുന്നതാണ് ആ 3 ശ്ലോകങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഈ 14 ശ്ലോകങ്ങളിൽ ആദ്യത്തെ ശ്ലോകം എന്ന് പറയുന്നത് പരമസത്യത്തെ ചിത്രീകരിക്കുന്നതാണ്, പരമസത്യത്തെ സംബോധന ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരൊറ്റ അധ്യായം എന്ന് പറയുന്നത് ആ ഒരൊറ്റ ശ്ലോകത്തിന്റെ വിവരണമാണ്. ആ ഒരൊറ്റ ശ്ലോകത്തിന് 6 വിസ്തരണങ്ങൾ, അതായത് ഭഗവാനെ 6 വിസ്തരണങ്ങളായിട്ട് ആ ശ്ലോകത്തില് വിവരിക്കുന്നുണ്ട്. അപ്പം ഈ അധ്യായത്തില് ആ 6 വിസ്തരണങ്ങളെ കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദീക്ഷാഗുരു, ശിക്ഷാഗുരു എന്നിങ്ങനെ 2 ഭാഗങ്ങളായി ആവിർഭവിക്കുന്ന ആധ്യാത്മിക ഗുരു എന്ന ആവിഷ്കാരമാണ് ആദ്യം വിവരിച്ചിട്ടുള്ളത്. ഇവർ രണ്ടും പരമസത്യത്തിന്റെ പ്രത്യേക ആവിഷ്കാരങ്ങളാകിയാൽ അഭിന്നമാണ്. പരിശീലിക്കുന്നവരെന്നും പക്വത നേടിയവരെന്നും 2ആയി വിഭജിച്ചിട്ടുള്ള ഭക്തന്മാർ എന്ന തത്വത്തെക്കുറിച്ചാണ് അടുത്തതായി വിവരിച്ചിട്ടുള്ളത്. പിന്നീട് ഭഗവാനിൽ നിന്നും അഭിന്നരെന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുള്ള
ഭഗവത അവതാരങ്ങളെ കുറിച്ചുള്ള വിവരണമാണ്. ഈ അവതാരങ്ങളെ 3 വിഭാഗങ്ങളായി പരിഗണിക്കുന്നു. ഭഗവത് ശക്തിയുടെ അവതാരങ്ങൾ, ഭഗവത് ഗുണങ്ങളുടെ അവതാരങ്ങൾ, ഭഗവത് അധികാരത്തിന്റെ അവതാരങ്ങൾ. ഇതിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ നേരിട്ടുള്ള ആവിഷ്കാരങ്ങളും അതീന്ദ്രിയ ലീലകൾക്ക് വേണ്ടിയുള്ള ആവിഷ്കാരങ്ങളും വിവരിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തതായി ഭഗവാന്റെ ശക്തികളാണ് വിവരിക്കുന്നത്. ഇതിൽ 3 മുഖ്യ ആവിഷ്കാരങ്ങൾ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. ഭഗവത് സാമ്രാജ്യത്തിലെ അല്ലെങ്കിൽ വൈകുണ്ഠത്തിലെ അവിടുത്തെ പത്നിമാർ, ദ്വാരകാധാമത്തിലെ രാജ്ഞിമാർ, പിന്നെ സർവോപരി ബ്രജധാമത്തിലെ കന്യകമാർ. അവസാനമായി ഈ ആവിഷ്കാരങ്ങളുടെ എല്ലാം ഉറവിടമായ സാക്ഷാൽ ഭഗവാനെ കുറിച്ചും വിവരിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ. കൃഷ്ണ ഹരേ കൃഷ്ണ. ഇപ്പൊ ഇവിടെ നമുക്ക് ദീക്ഷാഗുരു, ശിക്ഷാഗുരു എന്നിങ്ങനെ 2 ഭാഗങ്ങളാണ്. ആധ്യാത്മിക ഗുരു എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ മാസ്റ്റർ അല്ലെങ്കിൽ ആധ്യാത്മിക ഗുരു എന്ന് പറയുന്ന 2 ഭാഗങ്ങളുണ്ട്. ദീക്ഷാഗുരു ഉണ്ട്, ശിക്ഷാഗുരു ഉണ്ട്. ഇതിലെ ദീക്ഷാഗുരു എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മന്ത്രദീക്ഷ തരുന്നത് ആ ഗുരുവാണ് ആധ്യാത്മിക ഗുരു. നമ്മളുടെ ആ ആധ്യാത്മിക ഗുരുവാണ് നമ്മൾക്കും ഭഗവാനും ഇടയിലെ മീഡിയേറ്ററായിട്ട്, മധ്യവർത്തിയായിട്ട് നിലനിൽക്കുന്നത്. അതായത് ആ ആധ്യാത്മിക ഗുരു ട്രാൻസ്പെറന്റ് വയ മീഡിയം, നമ്മൾക്കും ഭഗവാനും ഇടയിലെ ഒരു സുതാര്യ മാധ്യമമാണ് നമ്മളുടെ ആധ്യാത്മിക ഗുരു. അതുപോലെ ശിക്ഷാഗുരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ വന്നു തുടങ്ങും മുതൽ, ആദ്യമായിട്ട് നമ്മൾ സെന്ററിൽ കാല് കുത്തുമ്പോൾ മുതൽ ഓരോ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെ പെരുമാറണം, എന്തൊക്കെയാണ്, ആരാണ് കൃഷ്ണൻ, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അറിവുകളെല്ലാം തരുന്നത് ശിക്ഷാഗുരുക്കന്മാരാണ്. ദീക്ഷാഗുരു ഒന്നേ ഉള്ളൂ, പക്ഷേ ശിക്ഷാഗുരുക്കന്മാര് പലരുണ്ട്. നമ്മൾ ദീക്ഷാഗുരുവിന് എത്രയധികം പ്രാധാന്യം കൊടുക്കുന്നുവോ അത്രയും പ്രാധാന്യം നമ്മൾ ശിക്ഷാഗുരുക്കന്മാർക്കും കൊടുക്കണം. ഇവിടെ പരമസത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭൗതിക ലോകത്തിൽ എല്ലാത്തിനും മാറ്റമുണ്ട്, നമ്മളും മാറും, ഇല്ലേ? പക്ഷെ മാറ്റമില്ലാത്തത് എന്തോ അതാണ് പരമസത്യം എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത്. ഈ ആധ്യാത്മിക ഗുരുക്കന്മാരും ആ പരമസത്യത്തിന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ആവിഷ്കാരങ്ങളാണ് അല്ലെങ്കിൽ വിസ്തരണങ്ങളാണ്. അപ്പം ഈ ദീക്ഷാഗുരു എന്ന് പറഞ്ഞാൽ പക്വത നേടിയതാണ്, മെച്ചുവറായതാണ്. കാരണം ഭക്തിയുടെ ഉന്നത തലത്തിൽ എത്തിയതാണ് ദീക്ഷാഗുരു. പക്ഷേ ശിക്ഷാഗുരുക്കന്മാർ അങ്ങനെയല്ല. അവർ നമ്മളെല്ലാവരെയും പോലെ തന്നെ ഭക്തി പരിശീലിക്കുന്നവരാണ് ശിക്ഷാഗുരുക്കന്മാർ. പിന്നെ പറയുന്നത് എന്താണ്? ഭക്തന്മാർ എന്ന് വേണ്ട, ഭക്തർ എന്ന് മതി. കാരണം ഭക്തന്മാർ എന്ന് പറയുമ്പോൾ അത് പ്രഭുക്കന്മാരെ മാത്രമാകും. ഭക്തർ എന്ന് പറയുമ്പോൾ എല്ലാവരും പെടും, കുട്ടികളും മാതാജിമാരും എല്ലാവരും പെടും. ഭക്തർ എന്ന തത്വത്തെക്കുറിച്ചാണ് അടുത്തതായിട്ട് വിവരിക്കുന്നത്. ഇത് 1ാമത്തെ ശ്ലോകത്തിനെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഭക്തർ എന്ന് പറയുന്ന ഭക്തതത്വം, ആദ്യത്തേത് ഈശതത്വം അല്ലെങ്കിൽ ഗുരു തത്വത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. പിന്നീട് ഭക്തതത്വത്തെ കുറിച്ചിട്ടാണ് ആ ശ്ലോകത്തില് പറയുന്നത്. അത് കഴിഞ്ഞാലോ പിന്നീട് ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ചുള്ള വിവരണമാണ് പിന്നീട് നമുക്ക് കിട്ടുന്നത്. ഭഗവാനിൽ നിന്നൊട്ടും വ്യത്യസ്തമല്ല ഭഗവാന്റെ അവതാരങ്ങൾ. ഭഗവാൻ എത്ര ശക്തിയുണ്ടോ അത്രയും ശക്തികള് ഭഗവാന്റെ അവതാരങ്ങൾക്കുണ്ട്. നമുക്കറിയാം, അംശാവതാരങ്ങളുണ്ട്, ആവേശാവതാരങ്ങളുണ്ട്, ശക്തി ആവേശാവതാരങ്ങള്, ഗുണാവതാരങ്ങൾ, പുരുഷാവതാരങ്ങൾ, ലീലാവതാരങ്ങൾ, ഇങ്ങനെ ഭഗവാന്റെ അവതാരങ്ങൾ അനന്തമാണ്. ഇവയ്ക്കൊക്കെ തന്നെ ഭഗവാന്റെ അത്രയും ശക്തിയുണ്ട്. പക്ഷെ ഓരോ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അവരവരുടെ ഓരോ ലീലകൾ പ്രകടിപ്പിക്കുന്നതിനായിട്ടാണ് അല്ലെങ്കിൽ പ്രത്യേക ഉദ്ദേശത്തോടെയാണ് അവർ ഈ ഭൗതിക ലോകത്തിൽ അവതരിക്കുന്നത്. അപ്പം അവരുടെ അവതാര ഉദ്ദേശം എന്താണോ അത് സാധിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ അവതാരത്തിലെ ആ ലീലയിൽ എന്ത് ശക്തിയാണോ പ്രകടിപ്പിക്കേണ്ടത് അത് മാത്രമേ അവര് പ്രകടിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ധരിക്കേണ്ട, ഇപ്പൊ നരസിംഹാവതാരം, ശ്രീരാമൻ, പരശുരാമൻ, ഇവർക്കൊന്നും ഭഗവാന്റെ അത്ര ശക്തിയില്ല എന്ന് നമ്മൾ ആരും ധരിക്കേണ്ട. അവർക്കൊക്കെ ഭഗവാന്റെ അത്രയും ശക്തിയുണ്ട്. പക്ഷെ അവരുടെ ഓരോ അവതാരത്തിലും എന്ത് ഉദ്ദേശത്തോടെയാണ് വന്നത് അതിന് വേണ്ടുന്ന ശക്തി മാത്രം പ്രകടിപ്പിച്ചിട്ട് അവര് മടങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഇതിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ നേരിട്ടുള്ള ആവിഷ്കാരങ്ങൾ, വിസ്തരണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഗുണാവതാരങ്ങള്, പിന്നെ ഭഗവാന്റെ അധികാരത്തിന്റെ അവതാരങ്ങൾ, ഇതെല്ലാം നമുക്കിതിൽ കാണാൻ സാധിക്കും. ഇതിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ നേരിട്ടുള്ള ആവിഷ്കാരങ്ങളും അതീന്ദ്രിയ ലീലകൾക്ക് വേണ്ടിയുള്ള ആവിഷ്കാരങ്ങളെ കുറിച്ച് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നീട് പറയുന്നത് ഭഗവാന്റെ ശക്തികളാണ്.
ശക്തികളെ അതാണ് നമുക്കറിയാം. അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്ഥ ശക്തി, ഇല്ലേ? ഇതാണ് ഭഗവാന്റെ ശക്തികൾ എന്ന് പറയുന്നത്. 3 മുഖ്യ ആവിഷ്കാരങ്ങൾ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. ഇതില് അന്തരംഗ ശക്തിയുടെ 3 ആവിഷ്കാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതില് പ്രധാനം എന്ന് പറയുന്നത് ദ്വാരകയിലെ രാജ്ഞിമാര്, വൈകുണ്ഠത്തിലെ ഭഗവാന്റെ പത്നിമാര്, പിന്നെ ഗോപികമാര്. ഇവരെല്ലാം തന്നെ ഭഗവാനിൽ നിന്നാണ് വരുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാല് എല്ലാത്തിൻ്റെ ഉറവിടം, അതായത് സർവകാരണ കാരണം ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്നാണ് ഈ പാരഗ്രാഫിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദീക്ഷാഗുരു എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. പക്ഷേ ഭഗവാനെ പോലെ തന്നെയാണ്. ഭഗവാൻ തന്നെയാണെന്ന് പറയാൻ പറ്റില്ല. ഭഗവാനെ പോലെ നമ്മൾ നമ്മളുടെ ദീക്ഷാഗുരുവിനെ കണക്കാക്കണം. എങ്ങനെ നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നു, ആ ആരാധന നമ്മൾ നമ്മളുടെ ഗുരുവിന് കൊടുക്കണം, ദീക്ഷാഗുരുവിന് കൊടുക്കണം. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവരെല്ലാം തന്നെ ഭഗവാന്റെ ആവിഷ്കരണങ്ങളാണ്. ദീക്ഷാഗുരു എല്ലാം ഭഗവാനിൽ നിന്നാണ് വരുന്നത്. എല്ലാത്തിൻ്റെ ഉറവിടം, സർവകാരണ കാരണം ഭഗവാനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ. ഇനി അടുത്ത പാരഗ്രാഫ്. ഹരേ കൃഷ്ണ. വേഗം വേഗം വായിക്കണമെങ്കിൽ അത് സമയത്തിനുള്ളിൽ ഇത് തീർക്കാൻ പറ്റുള്ളൂ. ഹരേ കൃഷ്ണ. ആർക്കും കാണാൻ പറ്റണില്ലേ? ഹരേ കൃഷ്ണ. വായിച്ചോട്ടെ മാതാജി? ഹരേ വായിക്കൂ കൃഷ്ണ. വായിക്കൂ. ഭഗവാൻ ശ്രീകൃഷ്ണനും അവിടുത്തെ സമഗ്ര വിസ്തരണങ്ങളും ശക്തിമാനായ ഭഗവാൻ എന്ന വിഭാഗത്തിൽപ്പെടുന്നു. എന്നാൽ അവിടുത്തെ നിത്യപാർഷദരായ ഭക്തന്മാർ അവിടുത്തെ ശക്തികളാണ്. ശക്തിമാനും ശക്തിയും അടിസ്ഥാനപരമായി ഒന്നു തന്നെയാണ്. എങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമായി പ്രകടമാക്കുന്നതിനാൽ വ്യത്യസ്തങ്ങളുമാണ്. അപ്രകാരം നിരപേക്ഷ സത്യം ഏകത്വത്തിൽ നാനാത്വമായി പ്രകടമാകുന്നു. വേദാന്ത സൂത്രത്തെ ആസ്പദമാക്കിയുള്ള തത്വപരമായ ഈ സത്യം അചിന്ത്യഭേദത്വം അഥവാ ഒരേ സമയം ഏകത്വവും വ്യത്യസ്തതയും ഉൾക്കൊള്ളുന്ന തത്വം എന്ന് വിളിക്കപ്പെടുന്നു. മുകളിൽ പറഞ്ഞ ആസ്തിക വസ്തുതകളുടെ പരമാർശങ്ങളോടുകൂടി ചൈതന്യ മഹാപ്രഭുവിന്റെയും നിത്യാനന്ദ പ്രഭുവിന്റെയും അതീന്ദ്രിയ സ്ഥിതിയെപ്പറ്റി ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് വിവരിച്ചിരിക്കുന്നു. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഇത് വളരെ പ്രധാനപ്പെട്ട പാരഗ്രാഫാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം. അപ്പം നമ്മളെ ദീക്ഷാഗുരു ശിക്ഷാഗുരു ആരാണെന്ന് മനസ്സിലായി. ദീക്ഷാഗുരുവും ശിക്ഷാഗുരുവും ഒക്കെ നമ്മളെ പരമ്പരയുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പറഞ്ഞു, നമ്മൾക്കും ഭഗവാനും ഇടയിലുള്ള ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു മാധ്യമമാണ് ദീക്ഷാഗുരു എന്ന് പറയുന്നത്. ദീക്ഷാഗുരു പരമ്പരയിലെ കണ്ണിയാണ്. അപ്പം ഭക്തി നോക്കിയാൽ എല്ലാ ഭക്തരും ഒരുപോലെയല്ല. ഓരോ ഭക്തരും ഭക്തിയുടെ കാര്യത്തിൽ ഓരോ ലെവലാണ് അല്ലെങ്കിൽ ഓരോ തലത്തിലാണ്. പക്ഷേ എല്ലാം എവിടെ നിന്ന് വരുന്നു? എല്ലാം ഭഗവാനിൽ നിന്നാണ് വരുന്നത്. എല്ലാത്തിൻ്റെ ഉറവിടം ഭഗവാൻ തന്നെയാണ്. അപ്പം ഭഗവാനെ പോലെ തുല്യ ശക്തിയുണ്ട് ഭഗവാന്റെ വിസ്തരണങ്ങളായാലും അവതാരങ്ങളായാലും എല്ലാവർക്കും തന്നെ. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാല് പവർ ഹൗസിലെ കറണ്ട് ഇല്ലേ, അത് എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്? പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. വലിയ വലിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു, ചെറിയ കാര്യങ്ങൾക്ക്. നമ്മുടെ വീട്ടിലെ ഒരു 0 ബൾബ് കത്തണമെങ്കിലും ആ കറണ്ടാണ് നമ്മൾ ഉപയോഗിക്കുക. എന്ന് വെച്ചിട്ട് പവർ ഹൗസിലെ കറണ്ടിന് വേറൊന്നിനും കഴിവില്ല എന്ന് വിചാരിക്കേണ്ട. വലിയ വലിയ ഫാക്ടറികളിൽ ആ ഫാക്ടറികൾ പ്രവർത്തിപ്പിക്കണമെങ്കിൽ, അവിടുത്തെ മെഷീനുകൾ വർക്ക് ചെയ്യണമെങ്കിൽ, ഓഫീസുകൾ പ്രവർത്തിക്കണമെങ്കിൽ ഒക്കെ എന്ത് വേണം? ഈ കറണ്ടാണ് ഉപയോഗിക്കുക, ഇല്ലേ? അതുപോലെയാണ് ഭഗവാനും ഭഗവാന്റെ അവതാരങ്ങളും ഭഗവാന്റെ വിസ്തരണങ്ങളും എല്ലാം തന്നെ. ഭഗവാനെ പോലെ തന്നെ ശക്തി എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അവർ ഈ ഭൗതിക ലോകത്തിൽ വരുന്നത് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ്. അപ്പൊ ആ നിർദ്ദേശം എന്താണോ അത് പൂർത്തീകരിച്ച് അവര് മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് വേണ്ടുന്ന ശക്തി മാത്രമേ അവരെ പ്രകടിപ്പിക്കുന്നുള്ളൂ. അപ്പം ഭഗവാനും ജീവാത്മാക്കളും തമ്മിലുള്ള ബന്ധത്തെയാണ് ഈ പാരഗ്രാഫിൽ സൂചിപ്പിക്കുന്നത്. ഭഗവാന് പല വിസ്തരണങ്ങളുണ്ട്, അല്ലേ? അപ്പം നമ്മൾ ജീവാത്മാക്കളും ഭഗവാന്റെ ശക്തിയാണ്. അതുപോലെ എങ്ങനെയാണ് സൂര്യനും സൂര്യപ്രകാശവും പോലെ സൂര്യനിൽ നിന്നാണ് പ്രകാശം വരുന്നത്, അതുപോലെ ഭഗവാനിൽ നിന്നാണ് ഭഗവാന്റെ എല്ലാ ശക്തികളും വരുന്നത്. അപ്പം ഇവിടെ ഈ പാരഗ്രാഫിൽ പറയുന്ന ഭേദാഭേദ തത്വം, അത് നമ്മളെ ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇസ്കോണിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വാക്ക് കേൾക്കുന്നത് തന്നെ.
ഇതേക്കുറിച്ച് ഞാൻ ഭഗവത്ഗീത ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ചിന്ത്യ ഭേദ തത്വം ഇത് മഹാപ്രഭുവാണ് നമുക്ക് തന്നത്. അപ്പൊ ഇത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം, ഇതിപ്പം കലിയുഗമാണ് ഇല്ലേ? കലിയുഗത്തിന് മുമ്പ് എന്തായിരുന്നു? ദ്വാപര യുഗമായിരുന്നു. ആ പോയ യുഗങ്ങളിലെല്ലാം തന്നെ മനുഷ്യര്, അതായത് അന്നത്തെ ആൾക്കാര് വർണ്ണാശ്രമധർമ്മം ശരിയായ രീതിയിൽ പരിപാലിച്ചിരുന്നു. അപ്പൊ അന്നത്തെ സമൂഹം എന്ന് പറയുന്നത് അച്ചടക്കമുള്ള ഒരു സമൂഹമായിരുന്നു. അച്ചടക്കമുള്ള ഒരു സമൂഹം എന്ന് വെച്ചാല് ഓരോ വർണ്ണത്തിൽപ്പെട്ടവരും ആശ്രമത്തിൽപ്പെട്ടവരും അവരവരുടെ ധർമ്മങ്ങൾ അവര് ശരിയായ രീതിയിൽ അവർ നടപ്പിലാക്കിയിരുന്നു. അപ്പൊ സമൂഹത്തിൽ എല്ലാവരും തന്നെ ഭക്തിമാർഗത്തിൽ ആധ്യാത്മിക കാര്യങ്ങളിൽ താല്പര്യമുള്ളവരായിരുന്നു. അവർക്ക് അതിനുള്ള സമയവും കിട്ടുമായിരുന്നു. കാരണം അന്നൊക്കെ ആയുസ് കൂടുതലാണ്. നമുക്കറിയാം, ദ്വാപരയുഗത്തിലെ 10,000 വർഷമാണ് ഇല്ലേ? 1000 വർഷമാണ്. ത്രേതായുഗത്തിലെ 10,000, സത്യയുഗത്തിലെ 1,00,000 വർഷമാണ് മനുഷ്യന്റെ ആയുസ്. അപ്പൊ അവരെന്ത് ചെയ്യും? ഇത്രയും വർഷങ്ങൾ അവരെ ആയുസ് കൊണ്ട് എന്ത് ചെയ്യാനാണ്? അവര് ഭഗവാന്റെ തപസ്സുകളിലൊക്കെ ഏർപ്പെട്ടിരുന്നു. പിന്നീട് യാഗങ്ങളായി യജ്ഞങ്ങളായി ഇതിലൊക്കെ അവർ ഏർപ്പെട്ട് സമയം ചിലവഴിച്ചിരുന്നു. അതിലൊക്കെ തൽപരരായിരുന്നു അന്നുള്ളവര്. അതുകൊണ്ട് രാജ്യത്തും സമാധാനത്തോടെ കഴിയാൻ അവർക്ക് സാധിച്ചിരുന്നു. പക്ഷെ ഇന്ന് സ്ഥിതി ആകെ മാറ്റിമറിഞ്ഞിരിക്കുകയാണ് ഇല്ലേ? ഇന്നിപ്പോ വർണ്ണാശ്രമ ധർമ്മം ഇന്ന് ശരിയായ രീതിയിൽ നല്ല ഒട്ടും തന്നെ ഇല്ല. അതേക്കുറിച്ച് സംസാരിക്കാനേ പാടില്ല ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ എന്താ ചെയ്യുന്നത്? എല്ലാവരും അവരവർക്ക് തോന്നുന്ന വഴിയെ അവരവര് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് എന്താ ചെയ്യുന്നത്? ഇന്ന് നമുക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികള് നമുക്ക് നേരിടേണ്ടി വരുന്നു. പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരുന്നു ഇല്ലേ? കാരണം എന്താണ്? ആർക്കും ഈശ്വരവിശ്വാസം ഇല്ല. അപ്പം ആ ദ്വാപര യുഗം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഇതെല്ലാം ആരംഭിച്ചു തുടങ്ങിയത്. അപ്പൊ ആ അവസരത്തിലാണ് ആര് വന്നത്? ബുദ്ധൻ വന്നു. ബുദ്ധന്റെ അവതാരം എടുക്കുന്നത് ആ സമയത്താണ്. അപ്പൊ ബുദ്ധൻ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഭഗവാനെ കുറിച്ച് അല്ലെങ്കിൽ ഈശ്വരൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വില പോവില്ല. ഇവര് പോകുന്ന വഴിയെ, അതായത് നമ്മൾ പറയില്ല, അടിച്ച ഒരു ചൊല്ലുണ്ടല്ലോ മലയാളത്തില്, എന്താ, പോയ വഴിയെ പോകട്ടെ എന്ന് പറയുക എന്ന് പറയുന്ന ആ ഒരു രീതിയാണ് ബുദ്ധന് അവലംബിച്ചത്. അതായത് ആ ജനങ്ങൾ അന്ന് എങ്ങനെയായിരുന്നു ആ രീതിയിൽ അവരെ മുന്നോട്ട് പോകാൻ അനുവദിച്ചു. പക്ഷേ ബുദ്ധന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നു, നിയമങ്ങൾ കൊണ്ടുവന്നു. അത് നടപ്പിലാക്കാൻ ശ്രമിച്ചു. ബുദ്ധൻ അതാണ് ചെയ്യുന്നത്. പക്ഷേ ഭഗവാനെ കുറിച്ചിട്ട് ഈശ്വരനുണ്ട് എന്നുള്ളൊരു സൂചന പോലും ബുദ്ധൻ ആർക്കും കൊടുത്തില്ല. പകരം സത്യം, ധർമ്മം, അഹിംസ ഇതെല്ലാം ജനങ്ങളെ അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കുറെ നിയമങ്ങൾ കൊണ്ടുവന്നു. അതെല്ലാം ജനങ്ങളെ പറഞ്ഞ് അവരെ ബോധവാന്മാരാക്കി. അപ്പം ആ ബുദ്ധമതം പിന്തുടരുന്നവരെ ആ രീതിയിൽ മുന്നോട്ട് പോയി. അന്ന് ധാരാളം നമ്മുടെ ഭാരതത്തിലും കേരളത്തിലും തന്നെ ധാരാളം ബുദ്ധിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇന്നും അതിനുള്ള തെളിവുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം ഒരുവിധം എല്ലാവരും തന്നെ ബുദ്ധമതാനുയായികളായിട്ട് മാറി. അത് കഴിഞ്ഞ്, അതായത് മോക്ഷത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചതേ ഇല്ല. മോക്ഷമില്ല. മോക്ഷത്തിന് പകരം വേറൊരു വാക്ക് അദ്ദേഹം കൊണ്ടുവന്നു: നിർവ്വാണം പ്രാപിക്കുക. നിർവ്വാണമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി. വേറൊന്നിനെ കുറിച്ചും, അതായത് ബുദ്ധന്റെ ആശയങ്ങളെ പിന്തുടർന്നു കഴിഞ്ഞാല് മരണത്തിന് ശേഷം നിർവ്വാണം പ്രാപിക്കാം, ഉന്നത തലത്തിലെത്താം എന്ന് എല്ലാവരെയും, അനുയായികളൊക്കെ അദ്ദേഹം പഠിപ്പിച്ചു. ധാരാളം അനുയായികൾ ഉണ്ടായി. അദ്ദേഹം തിരിച്ച് പോവുകയും ചെയ്തു. അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആര് വന്നു? ശങ്കരാചാര്യര് വന്നു. അപ്പം ശങ്കരാചാര്യര് വന്നപ്പോൾ എന്താ ചെയ്തത്? ശങ്കരാചാര്യർ ഇതെല്ലാം മാറ്റിമറിച്ചു. കാരണം ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭഗവാൻ അവതരിക്കേണ്ട, അല്ലെങ്കിൽ ഭഗവാൻ മഹാപ്രഭുവായിട്ട് അവതരിക്കേണ്ടതിനുള്ള അടിത്തറ പാകുകയാണ് ഇവരൊക്കെ ചെയ്തത്. അപ്പൊ അത് നടപ്പിലാവില്ല. അതിനായിട്ടാണ് ശങ്കരാചാര്യർ വന്നു. അതായത് നമുക്കറിയാം, സദാശിവൻ മഹാദേവൻ തന്നെയാണ് ശങ്കരാചാര്യർ. അദ്ദേഹം എന്താ പറഞ്ഞത്? ബുദ്ധൻ അച്ചടക്കത്തിന്റെ പാതയിലേക്ക് ജനങ്ങളെ കൊണ്ടുവന്നു. അതായത് നമ്മളിപ്പോ ഒരു റോഡ് വെട്ടി വൃത്തിയാക്കി ടാറിടുകയാണെങ്കിൽ അതിൽ ലെവല് ചെയ്യും. ആ ലെവല് ചെയ്തിട്ട് ബുദ്ധൻ മടങ്ങിപ്പോയി. പിന്നെ അവിടെയുള്ള കല്ലും മുള്ളും ഒക്കെ പെറുക്കി കളയാൻ ആര് വന്നു? ശങ്കരാചാര്യർ വന്നു. ശങ്കരാചാര്യർ എന്താ ചെയ്തത്? അപ്പം അക്കാലത്ത് ആൾക്കാരൊക്കെ വേദങ്ങളെ വിശ്വസിക്കുന്നില്ല. ഈ ബുദ്ധൻ പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ വെച്ചുകൊണ്ടാണ് ആ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ എല്ലാവരും തന്നെ ഒരുവിധ സമൂഹത്തിൽ അച്ചടക്കം ഉണ്ടായിരുന്നു. പക്ഷെ വേദപ്രകാരമുള്ള ജീവിതമല്ല നയിച്ചിരുന്നത്.
അപ്പൊ ശങ്കരാചാര്യര് വന്നു. അപ്പൊ ആൾക്കാരൊന്നും വേദങ്ങൾ അനുസരിക്കുന്നില്ല. അപ്പൊ വേദങ്ങളെ തിരികെ കൊണ്ടുവരണം. അതിനെന്ത് ചെയ്യണമെന്നായി ശങ്കരാചാര്യര് ചിന്തിച്ചു തുടങ്ങി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും ശരിയല്ല. ഇതൊന്നും നിങ്ങൾ അനുവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരമലക്ഷ്യം കൈവരിക്കാൻ സാധിക്കില്ല. അതായത് ബ്രഹ്മം, ഭഗവാൻ ഉണ്ട് എന്ന്, ദൈവം ഉണ്ട് എന്ന് ശങ്കരാചാര്യര് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി. ഈശ്വരനുണ്ട്, പക്ഷേ നമ്മളും മരണശേഷം നമ്മളും ഈശ്വരനും, അതായത് ജീവാത്മാവുണ്ട്. ആ ജീവാത്മാവ് ഭഗവാനും ഒന്നാകും. അതായത് ഞാനും നാരായണൻ, നീയും നാരായണൻ. മരണശേഷം നമ്മൾ നാരായണനാകും. ഇത് ശങ്കരാചാര്യര് പഠിപ്പിച്ചു. ബ്രഹ്മത്തെയാണ് ആരാധിക്കേണ്ടത് എന്ന് ശങ്കരാചാര്യര് ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അതിന് അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതി. അതെല്ലാം ബുദ്ധമതത്തിൽ നിന്ന് എല്ലാവരും ഇങ്ങോട്ടേക്ക് ചാടി അത് സ്വീകരിക്കാൻ തുടങ്ങി. ഭഗവാനും ജീവാത്മാവും ഒന്നാണ്. അതായത് പക്ഷെ ഒന്ന് പറഞ്ഞു, ഈശ്വരനുണ്ട്, അത് ബ്രഹ്മമാണ്, ബ്രഹ്മത്തെ ആരാധിക്കണമെന്ന് ശങ്കരാചാര്യർ എല്ലാവരെയും പഠിപ്പിച്ചു. ശങ്കരാചാര്യർ ദുർഗയുടെ ആരാധകനായിരുന്നു. ദുർഗ പ്രത്യക്ഷമായിരുന്നു. ആ ദുർഗയെ കണ്ടുകൊണ്ട് എഴുതിയതാണ് സൗന്ദര്യ ലഹരി. പക്ഷെ അവസാനം അദ്ദേഹത്തിന് പറഞ്ഞു, അദ്ദേഹം എല്ലാവരോടും ശ്രീകൃഷ്ണ ഭഗവാനാണ് സർവകാരണം, ആ ഭഗവാനെ ആരാധിക്കണം എന്നുകൂടി പഠിപ്പിച്ചു. പക്ഷെ അത് ആരും അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇന്നും ശങ്കരാചാര്യർ ആദ്യം എന്താണോ പറഞ്ഞത് അതാണ് ഇന്നും എല്ലാവരും ഉയർത്തിക്കൊണ്ട് നടക്കുന്നത്. പക്ഷേ ശങ്കരാചാര്യരും മടങ്ങിപ്പോയി. പിന്നീട് കുറെ നാള് ഈ ശങ്കരാചാര്യർ എന്താണോ കൊണ്ടുവന്നത് അതെല്ലാം ജനങ്ങൾ അത് സ്വീകരിച്ച് അതിനനുസരിച്ചിട്ട് ജീവിക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ കുറെ ബുദ്ധിസ്റ്റുകളും ഉണ്ടായിരുന്നു. അപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ ഇവരുടെ ആശയങ്ങളൊക്കെ പിന്തള്ളി മഹാപ്രഭുവിന്റെ അവതാരത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെന്ത് ചെയ്യണം? എല്ലാ നിരീശ്വരവാദികൾ, അവ്യക്തികവാദികൾ, ഇങ്ങനെ കുറെ വിഭാഗങ്ങളുണ്ട്. അവരെയൊക്കെ എടുത്തു മാറ്റാൻ ഭഗവാൻ തീരുമാനിച്ചു. അതിനാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചത്. ഇതെല്ലാം എങ്കിൽ മാത്രമേ ഇതെല്ലാം മാറ്റിമറിച്ച് ശരിയായിട്ടുള്ള വിശ്വാസം, ആ പരമസത്യം ആരാണെന്ന് ജനങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ശങ്കരാചാര്യർ എന്ന കല്ലുമുള്ളൊക്കെ എടുത്തു മാറ്റി ഇപ്പം റോഡ് നടക്കാമെന്നുള്ള പാകത്തിലാക്കി. ഇനി ടാർ ചെയ്യണം, ഇല്ലേ? ആ ടാറിങ്ങിന് വേണ്ടിയിട്ടാണ് ആര് വന്നത്? ശ്രീ ചൈതന്യ മഹാപ്രഭു വന്നത്. മഹാപ്രഭു പറഞ്ഞു, ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമസത്യം. ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുനാമമാണ് ഈ കലിയുഗത്തില് സാധ്യമായിട്ടുള്ളത്. മറ്റ് യാഗങ്ങളും യജ്ഞങ്ങളും വേദങ്ങളും ഇതൊന്നും പഠിക്കുക കലിയുഗത്തിലെ ജനങ്ങൾക്ക് സാധിക്കില്ല. കാരണം സുമന്ദമതയോ മന്ദഭാഗ്യ, നമ്മൾ മന്ദബുദ്ധികളാണെന്നല്ല അർത്ഥം. നമ്മൾ ആധ്യാത്മിക കാര്യങ്ങളിൽ നമ്മൾ മന്ദബുദ്ധികളാണ്. നമ്മൾക്ക് ആധ്യാത്മിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആർക്കും ഈ കലിയുഗത്തിൽ താല്പര്യമില്ല. കലിയുഗം മുന്നോട്ട് പോകുന്തോറും ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം ഭഗവാനുണ്ട്, അത് ബ്രഹ്മമല്ല. ഭഗവാനുണ്ട്, അത് രൂപമില്ലാത്തതല്ല. ഭഗവാന് രൂപമുണ്ട്. ഇതാണ് ഭഗവാന്റെ രൂപം. സച്ചിദാനന്ദ സ്വരൂപനാണ്, അതീന്ദ്രിയ ശരീരിയാണ്. അത് ശ്രീകൃഷ്ണ പരമാത്മാവാണ് ഭഗവാൻ എന്ന് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി എല്ലാവരെയും ബോധ്യപ്പെടുത്തി. അതിനായിട്ട് അദ്ദേഹത്തിന്റെ അനുയായികളെ കൊണ്ട് ധാരാളം ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്തു. അങ്ങനെ ആ പരമസത്യം ആരാണ്, എന്താണെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാന് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് സാധിച്ചു. അപ്പം നമുക്ക് മരണശേഷം നമ്മൾ ഒന്നല്ല, ഒന്നായി തീരില്ല. ജീവാത്മാവും ഭഗവാനും രണ്ടും രണ്ടാണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി. അതായത് സമുദ്രത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് ജലം, നമ്മളൊരു കൈക്കുമ്പലിൽ ജലമെടുത്ത് രുചിച്ചു നോക്കിയാൽ അത് ഉപ്പ് രസമാണ്. നമ്മൾ സമുദ്രത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് എടുത്താലും ഉപ്പ് രസമാണ്. പക്ഷെ നമ്മളുടെ കൈക്കുമ്പിളിലെ ജലം സമുദ്രത്തിലെ ജലവും താരതമ്യം ചെയ്തു നോക്കൂ. കൈക്കുമ്പിളിലെ ജലം സമുദ്രമാകുമോ? ഇല്ല. അത് വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ. സമുദ്രത്തിലെ ജലമാണെന്ന് നമുക്ക് പറയാം, സമുദ്രത്തിന്റെ ഭാഗമാണ് എന്ന് പറയാം. പക്ഷെ അത് സമുദ്രമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുപോലെയാണ് ഭഗവാനും നമ്മളും. ഭഗവാൻ സമുദ്രമാണ്. ഭഗവാൻ വളരെ വിശാലമാണ്. ഭഗവാന് പരിപൂർണനാണ് ഭഗവാൻ. പക്ഷെ നമ്മൾ ഭഗവാന്റെ ഒരു അംശം മാത്രം, ഒരു കണം മാത്രമാണ്. ജീവകണങ്ങൾ എന്നാണ് പറയുക. നമ്മള് ചിന്മയമാണ്. ഭഗവാനും ചിന്മയമാണ്. ഭഗവാനും സച്ചിദാനന്ദ സ്വരൂപനാണ്, അതീന്ദ്രിയമാണ്. നമ്മൾ ജീവാത്മാക്കളും ശാശ്വതമാണ്, അതീന്ദ്രിയമാണ്. പക്ഷേ ഹരേ കൃഷ്ണ, എനിക്ക് ശ്രദ്ധ മാറിപ്പോകും.
ഹരേ കൃഷ്ണ. ഇടയ്ക്ക് സംസാരിച്ചാല് എനിക്ക് ശ്രദ്ധ വിട്ടുപോകും. ഹരേ കൃഷ്ണ. ദയവ് ചെയ്ത് എല്ലാവരും മ്യൂട്ട് ചെയ്യുക. ഓക്കെ മാതാജി. ഭഗവാൻ എന്ന് പറയുന്നത്, ഭഗവാന്റെ ശക്തി അനന്തമാണ്. നമ്മളുടെ ശക്തിയോ വളരെ പരിമിതമാണ്. നമുക്ക് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒരു പരിധി വരെയുള്ള കാര്യങ്ങൾ കാണാനും കേൾക്കാനും മനസ്സിലാക്കാനുമേ സാധിക്കുകയുള്ളൂ. പക്ഷെ ഭഗവാനാണെങ്കിലോ, ഭഗവാന്റെ ധാമത്തിൽ ഇരുന്നു കൊണ്ട് ഈ കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളിൽ എവിടെയും നടക്കുന്ന കാര്യങ്ങൾ കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ട് പ്രതികരിക്കാനും സാധിക്കും. നമ്മൾക്കിത് സാധിക്കുമോ? ഇല്ല. അപ്പം നമ്മള് അണുവാണ്, ഭഗവാൻ വിഭുവാണ്. ഇതാണ് അചിന്ത്യ ഭേദാഭേദ തത്വം എന്ന് പറയുന്നത്. ഇത് പഠിപ്പിച്ചത് ആരാണ്? ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ് നമ്മളെ ഇത് പഠിപ്പിച്ചത്. അപ്പം പരമസത്യം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്ന്, ഭഗവാൻ പരിപൂർണനാണ്, ഭഗവാൻ അനന്തമായ ശക്തിയാണ് ഭഗവാന്റേത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ അചിന്ത്യ ഭേദാഭേദത്തിലൂടെ സാധിക്കും. നമ്മൾ നിസ്സാരരാണ്, നമ്മൾ അണുവാണ്, അഗ്നിയും തീ പൊരിയും പോലെയാണ്. അഗ്നിയുടെ ഭാഗമാണ് തീ കണങ്ങൾ അല്ലെങ്കിൽ ആ തീപ്പൊരി എന്ന് പറയുന്നത്. നമ്മളൊരു തീപ്പൊരി മാത്രമാണ്. ഓരോ ജീവാത്മാക്കളും ഓരോ തീപ്പൊരിയാണ്. തീയാണ് ഭഗവാൻ. ആ തീയുടെ ശക്തി അപാരമാണ്, ഇല്ലേ? അടുത്ത് വരുമ്പോഴേ പൊള്ളും. അതുപോലെയാണ് ഭഗവാന്റെ ശക്തി അപാരമാണ്. പക്ഷെ നമ്മൾ ജീവാത്മാക്കളുടെ ശക്തി വളരെ പരിമിതമാണ്. അതാണ് അചിന്ത്യ ഭേദാഭേദ തത്വം. വി ആർ ക്വാളിറ്റേറ്റീവ്ലി വൺ ബട്ട് ക്വാണ്ടിറ്റേറ്റീവ്ലി ഡിഫറെന്റ്. നമ്മള് എണ്ണത്തിൽ വ്യത്യസ്തമാണ്, ഗുണത്തിൽ തുല്യമാണ്. ഭഗവാൻ 100 ആണെങ്കിൽ ഭഗവാന് 100 ഗുണങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗുണമേ ഉള്ളൂ. നമുക്ക് ഭക്തിയുടെ സേവനം ചെയ്ത് 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 നമുക്ക് ആ 100 ഗുണങ്ങൾ കൈവരിക്കാൻ സാധിക്കും, നമ്മൾ ആ തലത്തിൽ എത്തിയെങ്കിൽ മാത്രം, ഇല്ലേ? അപ്പൊ ഭഗവാൻ 100 ആണെങ്കിൽ നമ്മൾ 1 ആകുന്നുള്ളൂ. അപ്പൊ എണ്ണത്തിൽ നമ്മൾ വ്യത്യസ്തമാണ്. നമ്മളുടെ കഴിവെന്ന് പറയുന്നത് വളരെ പരിമിതമായിട്ടുള്ള കഴിവേ നമുക്കുള്ളൂ. പക്ഷെ ഭഗവാന്റെ കഴിവെന്ന് പറയുന്നത് അപാരമാണ്, നമുക്ക് അചിന്ത്യമാണ്, നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അപ്പൊ തീയും തീപ്പൊരിയും പോലെയാണ് ജീവാത്മാവും ഭഗവാനും. അതായത് നമ്മൾ അണുക്കളാണ്, ഭഗവാൻ വിഭുവാണ്. നമ്മള് ഭഗവാന്റെ അംശമാണ്. മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതനം. നമ്മളൊക്കെ ഭഗവാന്റെ അംശങ്ങളാണ്. ഭഗവാൻ പരിപൂർണ സ്വതന്ത്രനാണ്. പക്ഷെ നമ്മൾക്ക് അത്ര സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. നമ്മൾക്ക് വളരെ കുറച്ച് സ്വാതന്ത്ര്യമേ ഉള്ളൂ. നമ്മള് മായയുടെ, ദുർഗയുടെ നിയന്ത്രണത്തിലാണ്. പക്ഷെ ഭഗവാൻ ആ ദുർഗയുടെ നിയന്ത്രണത്തിലാണോ? അല്ല, മായാതീതനാണ്, ത്രിഗുണാതീതനാണ് ഭഗവാൻ. ഇതാണ് അചിന്ത്യ ഭേദാഭേദ തത്വം എന്ന് പറയുന്നത്. നമുക്കുണ്ട് ഗുണങ്ങൾ, ഭഗവാന്റെ ഗുണങ്ങൾ നമുക്കുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഭഗവാന്റെ അത്രയും ഗുണങ്ങൾ നമുക്കില്ല, നമുക്ക് വളരെ കുറച്ച് ഗുണങ്ങളേ ഉള്ളൂ. മനസ്സിലായോ അചിന്ത്യ ഭേദാഭേദ തത്വം എന്താണെന്ന്? ഹരേ കൃഷ്ണ. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ്, അചിന്ത്യ ഭേദാഭേദ തത്വം. ഇത് മഹാപ്രഭുവാണ് കൊണ്ടുവന്നത്. ഇത് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇസ്കോണിൽ മാത്രമാണ്. ഹരേ കൃഷ്ണ. ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പറയൂ. ഹരേ കൃഷ്ണ. മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മനസ്സിലായി ഹരേ നന്നായിട്ട്. കൃഷ്ണ മാതാജി, ഈ ശ്ലോകമാണോ അചിന്ത്യ ഭേദഭേദ തത്വം എന്ന് പറയുന്നത്? ശ്ലോകം ഞാൻ ആദ്യത്തെ ശ്ലോകം. എടുത്തില്ല, ശ്ലോകത്തിലേക്ക് കടന്നില്ല. അത് ഇന്ന് എടുക്കാന്ന് വിചാരിച്ചു, പക്ഷെ സമയമില്ല. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ശ്ലോകം തുടങ്ങും. അചിന്ത്യ ഭേദാഭേദ തത്വം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഭഗവാനും, അതിനെ ഞാൻ ബുദ്ധന്റെ കാര്യം പറഞ്ഞു, ശങ്കരാചാര്യരുടെ കാര്യം പറഞ്ഞു. അവരൊക്കെ പറഞ്ഞത് എന്താണ്? ഒരാൾ ഈശ്വരനെ ഇല്ല എന്ന് പറഞ്ഞു. ഒരാള് പറഞ്ഞു ഞാനും നാരായണൻ, നീയും നാരായണൻ, നമ്മളൊക്കെ മരണശേഷം നമ്മൾ ഈശ്വരനാകും എന്ന്. പക്ഷെ ഇതൊന്നും അല്ല. ഈശ്വരൻ എന്ന് പറയുന്നത് എല്ലാം തികഞ്ഞ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഐശ്വര്യശ്ച വീര്യശ്ച 6 കാര്യങ്ങളുണ്ട്. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, സമ്പത്ത്, സൗന്ദര്യം, ജ്ഞാനം, ഇതെല്ലാം തികഞ്ഞ ആളെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ആ ഭഗവാനാണ് പരമസത്യം. അതായത് മാറ്റമേ ഇല്ല ഭഗവാന്. ഈ സൃഷ്ടി സ്ഥിതി സംഹാരം കഴിഞ്ഞാലും ഭഗവാൻ ഭഗവാനായിട്ട് തന്നെ നിലകൊള്ളുന്നു. ഭഗവാന് നാശമേ ഇല്ല, ഒരു മാറ്റവും സംഭവിക്കുന്നില്ല.
പക്ഷെ നമ്മൾ ജീവാത്മാക്കൾക്ക് മാറ്റം വരുന്നുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ ശിശുവായിട്ട് ജനിക്കുന്നു, പിന്നെ വളർന്നു വലുതാകുന്നു, വയസ്സാകുന്നു, നമുക്ക് മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള ഒരു മാറ്റവും ഭഗവാന് സംഭവിക്കുന്നില്ല. അതാണ് അഭേദം എന്ന് പറയുന്നത്. നമ്മൾ ഒരുപോലെയാണ്, പക്ഷെ വ്യത്യാസവുമുണ്ട്. നമ്മൾ ഗുണത്തിൽ ഒരുപോലെയാണ്, എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. അതാണ് അചിന്ത്യ ഭേദ തത്വം എന്ന് പറയുന്നത്. അതിനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ വിസ്തരിച്ച് പറഞ്ഞത്. ഇത് എപ്പോഴും ഓർമ്മയുണ്ടാകണം. മഹാപ്രഭു എന്ന് കേൾക്കുമ്പോൾ അപ്പോൾ ഓർമ്മ വരണം അചിന്ത്യ ഭേദ തത്വം എന്ന്. അതായത് നമ്മൾ ഭഗവാന് ഒരിക്കലും തുല്യരല്ല എന്നാണ് ഈ തത്വം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഭഗവാന്റെ അംശമാണ്, പക്ഷെ നമ്മൾ ഒരിക്കലും ഭഗവാനാകുന്നില്ല. അംശത്തിന്റെ പൂർണ്ണതയിലെത്താൻ സാധിക്കുമോ? നമ്മൾ 4-1 മാത്രമാണ്, ഭഗവാൻ ഒന്നാണ്. ആ 4-1 എങ്ങനെ ഒന്നാവാൻ സാധിക്കും? ഒരിക്കലും സാധിക്കില്ല. ഹരേ കൃഷ്ണ മാതാജി. ഹരേ അത് കൃഷ്ണ. മാതാജി പറഞ്ഞ ആ ഉദാഹരണം വളരെ വ്യക്തമാണ്. കാരണം നമ്മൾ ഇത് ചോദിക്കപ്പെട്ട് നമ്മളും എല്ലാവരോടും ഈ പറഞ്ഞു തന്ന കാര്യമാണ് പറയുന്നത്. കടലിൽ